നമസ്കാരം. ഒരു എസ് യു വി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എസ് യു വി ടാഗ് ലൈനുള്ള വാഹനങ്ങളൊക്കെ എസ് യു വികളാണോ? അല്ല, സ്വീഡോ എസ് യു വികളാണ് മോസ്റ്റ് ഓഫ് ദ എസ് യു വിസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 ലക്ഷം രൂപയ്ക്ക് താഴെ എക്സ് ഷോറൂം പ്രൈസുള്ള എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനോട് ഏകദേശം 90% നീതി പുലർത്തുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് വാഹനങ്ങളുണ്ട്. എസ് യു വി വാഹനങ്ങളാണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എസ് യു വി വാഹനങ്ങളല്ല. എസ് യു വി വാഹനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഡർ ഓൺ ഫ്രെയിം ചേസിസിൽ വരുന്ന വാഹനങ്ങളായിരിക്കണം. അതുമാത്രമല്ല, വാഹനത്തിന് 180 മില്ലിമീറ്ററിന് മുകളിൽ അല്ലെങ്കിൽ 170 മില്ലിമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. അത്തരത്തിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, അത്യാവശ്യം നല്ല കേപ്പബിലിറ്റി വേണം. 4x4 കേപ്പബിലിറ്റി ഉള്ള വാഹനമായിരിക്കണം. അതുമാത്രമല്ല, ഉയർന്ന സീറ്റിംഗ് പൊസിഷനും അതുമാത്രമല്ല ബോക്സി ഡിസൈനും ഒക്കെയാണ് ഒരു എസ് യു വിയെ അല്ലെങ്കിൽ എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് നമ്മൾ നോർമൽ പറയുന്നത്. അതുമാത്രമല്ല, എല്ലാ ടെറൈനിലും കയറാനുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്ത് പോകാനുള്ള കേപ്പബിലിറ്റിയും ഈ ഒരു വാഹനത്തിന് വേണം. റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളായിരിക്കണം ഇത്തരം വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. ദ ഓൾ ന്യൂ മഹീന്ദ്ര ബൊലേറോ നിയോ N11 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനം. മാത്രമല്ല, മഹീന്ദ്രയുടെ ബൊലേറോ നിയോ എന്ന് പറയുന്ന വേർഷന് ഏകദേശം എല്ലാ മോഡലുകളെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലൊരു വാഹനം ഒരു റഫ് ആൻഡ് ടഫ് എന്നാൽ ഏത് ടെറൈനിലും കൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയണം. അതുമാത്രമല്ല, ലാഡർ ഓൺ ഫ്രെയിം ചേസിസിൽ വരുന്നൊരു വാഹനമായിരിക്കണം, റിയർ വീൽ ഡ്രൈവ് വാഹനമായിരിക്കണം, ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല ടോർക്കായിട്ടുള്ള ഒരു എൻജിൻ, ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ പരിഗണിക്കുക. അത് മാത്രമല്ല, പ്രൈസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇത്തരത്തിൽ കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 25 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വരുന്ന സാധ്യതയുണ്ട്. അതുമാത്രമല്ല, 25 ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ പോലും അതിശയമില്ല. ഇന്ന് മാർക്കറ്റിൽ അങ്ങനെയാണ് വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്, N11 എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9,99,000 രൂപയ്ക്കാണ്. ഓൺ റോഡ് എനിക്ക് തോന്നുന്നു N10 എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. അതിന് മെക്കാനിക്കൽ ഡിഫറൻഷ്യൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. MLD ആ ഒരു സിസ്റ്റം എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേരിയൻ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺ റോഡ് 12.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കും. തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം മികച്ച ഒരു വാഹനം തന്നെയാണ്. കുറച്ചും കൂടെ ഒരു കാറിൻ്റെ ഫീല് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു വാഹനമല്ല ഇത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ N4 മുതൽ N11 വരെയാണ്. എന്നാൽ N11 അല്ല ഏറ്റവും കൂടുതൽ പ്രൈസിങ്ങിൽ ഉയർന്നു നിൽക്കുന്നത്. N10 ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് N10 ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു റഫ് ടെറൈനിലൂടെ നമ്മൾ വാഹനം ഓടിക്കുകയാണ്, ഏതെങ്കിലും ഒരു വീല് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടി നിൽക്കുകയാണ്, മറ്റൊരു വീല് ഗ്രിപ്പ് കിട്ടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീലിനാണോ കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നത് അതിലേക്ക് കൂടുതൽ പവർ പോകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ഓഫ് റോഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലൊരു ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപകാരപ്രദമായിട്ട് വരും. അത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എയർ ബാഗ് മാത്രമേ ഉള്ളൂ. നെറ്റിച്ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഫീച്ചറുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച ഇൻറ്റീരിയറാണ്. മോക്ക ബ്രൗൺ വരുന്നുണ്ട്. അതുമാത്രമല്ല, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള N11 നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലൂണാർ ഗ്രേ, ഒരു വൈറ്റിഷ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3995 മില്ലിമീറ്റർ, അതായത് 4 മീറ്ററിന് താഴെയാണ് ഈ ഒരു വാഹനം. 1795 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. 1817 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ്. നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. വീൽ ബേസ് 2680 മില്ലിമീറ്ററാണ്. 180 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് 2215 കിലോഗ്രാമാണ്. ഗ്രോസ് വെയിറ്റ് ആണ് 2215 കിലോഗ്രാം എന്ന് പറയുന്നത്. ബോർഡ് സ്പേസ് ആഡിക്വേറ്റ് ആണ്. 384 ലിറ്ററാണ്. 7 സീറ്റർ വാഹനമാണ്. പക്ഷേ 7 സീറ്റർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു വാഹനത്തിന് 5 സീറ്ററായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. കാരണം ആ ബാക്കിലെ 2 സീറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇരിക്കാനായിട്ട്. ഫാബ്രിക് സീറ്റുകളാണ് ഏറ്റവും ലോവർ വേരിയൻറ്റിലേക്കുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും
ലെതറേറ്റ് ആയിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വയർലെസ് അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന വേരിയൻറ്റിൽ ഉള്ള എഞ്ചിൻ തന്നെയാണ്. MHOK 100 എന്ന് പറയുന്ന എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം 3 സിലിണ്ടർ ടർബോ എഞ്ചിനാണ്. 1493 cc ആണ്. 98.56 bhp. അത് അപ്രോക്സിമേറ്റ്ലി 3750 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനത്തിന് പവർ കയറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 260 Nm ടോർക്കാണ്. അത് 1750നും 2250നും ഇടയ്ക്കാണ് ആ ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും എടുത്തുകൊണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ N11 എന്ന് പറയുന്ന വേരിയൻറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറഞ്ഞു. കാരണം സെക്കൻഡ് റോ സീറ്റുകൾ കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാണ്. വളരെ നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. 3 ഹെഡ് റെസ്റ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റഫ് ആൻഡ് ടഫാണ്. ഹൈഡ്രോളിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നുമല്ല വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഡോറിലല്ല കൊടുത്തുള്ളത്. അത് സെൻട്രൽ കൺസോളിലാണ് കൊടുത്തത്. അത് എടുത്തു കൊണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു വാഹനത്തിൻ്റെ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല രീതിക്ക് ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടൊന്നുമല്ല എൻജിൻ റൂമിനകത്ത് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എൻജിൻ്റെ കോമ്പണൻസ് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് അടുക്കി വെക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള റീവർക്കുകൾ നടത്തിയിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരു 17 കിലോമീറ്ററൊക്കെ ഹൈവേയിൽ പ്രതീക്ഷിച്ചാൽ മതി. 17 to 18 ആവറേജ് നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 to 15 കിലോമീറ്ററൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും. 14 എന്തായാലും പ്രതീക്ഷിച്ചാൽ മതി. സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ ലോങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18 പ്രതീക്ഷിക്കാം. അത്രയും നല്ല രീതിക്ക് ഓടിച്ചാൽ 18 തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തി എന്നുള്ളത് തീർച്ചയായിട്ടും പ്രകടമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 50 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 150 കിലോമീറ്ററാണ്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള റീവർക്കൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നമുക്കറിയാവുന്ന മൾട്ടി ലിങ്ക് സസ്പെൻഷൻ വന്നിട്ടുണ്ട്. റിയർ വീൽ ഡ്രൈവാണ് ഈ ഒരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ടിൽറ്റ് മാത്രമേ ഉള്ളൂ. ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് 215/70 R16 ടോപ്പ് എൻഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. N11 അതിന് താഴത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും 15 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വന്നിട്ടുള്ളത്. നമുക്ക് സ്പെയർ വീല് കിട്ടുന്നത് അലോയ് അല്ല വരുന്നത്. അവിടെ നമുക്ക് സാധാരണ സ്റ്റീൽ റിമ്മ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തുകൊണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് ആണ്. അത്യാവശ്യം നല്ല ഒരു ടേണിംഗ് റേഡിയസ് ഈ ഒരു വാഹനത്തിനുണ്ട്. 5.35 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ N11 എന്ന് പറയുന്ന വേരിയൻറ്റും N10 എന്ന് പറയുന്ന വേരിയൻറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 20,000 രൂപയുടെ ഡിഫറൻസ് ആണ് N10 നിന്നും N11 വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് ലഭിക്കുന്നത് 4 പുതിയ വീലുകളാണ്. അത് അലോയ് വീൽസാണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ചിൻ്റെ വീലാണ് വന്നിട്ടുള്ളത്. അതായത് 15 ഇഞ്ചിൽ നിന്നും 16 ഇഞ്ചിലേക്ക് ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും നമുക്ക് 20,000 രൂപയ്ക്ക് വേർത്ത് തന്നെയാണ്. ലൂണാർ ഗ്രേ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആണ്. അത്തരം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ മോക്ക ബ്രൗണൊക്കെ നല്ല പ്രീമിയമാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം മുമ്പുണ്ടായിരുന്ന ബൊലെറോ നിയോ എന്ന് പറയുന്ന വാഹനത്തെക്കാൾ മച്ച് ബെറ്റർ ആണ്. ലുക്കിലാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ഇറ്റാലിയൻ ഡിസൈനേഴ്സ് ആയിട്ടുള്ള പിനിൻഫരീന അവരാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. TUV 300 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റീനെയിം ചെയ്തുകൊണ്ട് മഹീന്ദ്ര കൊണ്ടുവന്ന വാഹനമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ ട്വിൻ പീക്ക് ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു വാഹനം ഇപ്പോൾ ഒരു വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. പക്ഷേ സേഫ്റ്റി റേറ്റിംഗ് ഇതുവരെ സേഫ്റ്റി റേറ്റിംഗ് മഹീന്ദ്ര പുറത്തുവിട്ടിട്ടില്ല. വെറും 2 എയർ ബാഗ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ABS ഉണ്ട്, EBD ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കോർണറിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഹാലജനാണ്. ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇത്തരത്തിൽ ഒരു വാഹനം ആഗ്രഹിക്കുന്ന ആളുകൾ ബാക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചോപ്പ് ചെയ്ത പോലെ നമുക്ക് തോന്നും. കാരണം 3995 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്. 4 മീറ്ററിൻ്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് ഈ ഒരു ടാക്സിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എഞ്ചിൻ ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഞ്ചിനാണ്, മികച്ച എഞ്ചിനാണ്. 3 സിലിണ്ടർ ടർബോയാണ്. നല്ല ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ഇൻസുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് മറ്റൊരു കാര്യം ഫുഡ് റെസ്റ്റ് ഇൻബിൽട്ടായിട്ട് ബേസ് മോഡലിന് മുകളിലുള്ള എല്ലാ മോഡലിനും ലഭിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു റഫ് SUV വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ചോയ്സ് മഹീന്ദ്രയുടെ ബൊലെറോ നിയോ തന്നെയാണ്. മഹീന്ദ്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ ഏകദേശം 4 വാഹനങ്ങൾ SUV വാഹനങ്ങൾ ഇവർക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര ബൊലെറോ നിയോ, അതുമാത്രമല്ല 3XO, ഥാറിൻ്റെ റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4x4, ഇത് രണ്ടും 4 മീറ്ററിന് താഴത്തേക്കാണ് ലെങ്ത്ത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ 4 SUV വാഹനങ്ങളുള്ള ഒരേ ഒരു വാഹന നിർമ്മാതാവ് മഹീന്ദ്ര തന്നെയാണ്. തീർച്ചയായിട്ടും റഫ് ആൻഡ് ടഫ് വാഹനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മഹീന്ദ്ര ബൊലെറോ നിയോ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.